എന്നെ കാണുമ്പോൾ പലർക്കും തോന്നിയിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഇവൾക്കൊരു ഇത്തിരി അഹങ്കാരം കൂടുതലല്ലേ എന്ന്. അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ, അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരക്കിടില്ല. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത് എനിക്ക് ചോദിക്കാതെ ചോദിച്ചവരുണ്ട് കേട്ടോ. ജീവിതത്തിൽ എന്തിനെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അഹങ്കാരം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. എന്താന്നല്ലേ പറയാം, ഒരു 7-8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഇക്കാ വീട്ടിലില്ലാതിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കേണ്ടി വന്നാലും മാക്സിമം ഒരു 3-4 ദിവസമേ മാറി നിൽക്കേണ്ടി വരാറുള്ളൂ. അങ്ങനെ പോവേണ്ടി വരുമ്പോഴൊക്കെ തലേന്ന് എന്നെയും കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി തന്നിട്ടാണ് കേട്ടോ ആള് പോവുക. വർഷങ്ങളായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉംറ ചെയ്യണം എന്നുള്ളത്. അതിന് പെട്ടെന്നൊരവസരം ഒത്തു കിട്ടിയപ്പോൾ പെട്ടെന്നുണ്ടായ യാത്ര ആയതുകൊണ്ട് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല. ഇറങ്ങാൻ നേരത്തെ പോലും ഇക്കാൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് വാങ്ങാൻ പോകാൻ ബുദ്ധിമുട്ടാവില്ല, ആരെക്കൊണ്ടെങ്കിലൊക്കെ വാങ്ങിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം, അതൊക്കെ സിമ്പിൾ അല്ലേ തട്ടിവിട്ടെങ്കിലും ഉള്ളത് പറയാമല്ലോ. ആള് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുക്കള ആകെ ശ്മശാനം മുകർന്നു കേട്ടോ. പിന്നെ എൻ്റെ മക്കൾക്ക് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോയാൽ മതിയെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. പാവങ്ങൾ ചിലപ്പം ആരോട് പറയാനാ എന്ത് ചെയ്യാനാന്നൊക്കെ വിചാരിച്ചിട്ടാവും ഓംലെറ്റ് ഇഷ്ടമില്ലാത്ത അബ്ദ ഓംലെറ്റ് കൊണ്ടുപോകാനും അച്ചാർ ഇഷ്ടമില്ലാത്ത അഫാഫ് അച്ചാർ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. ഇടക്കും തിലക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റൊക്കെ വാങ്ങി വെച്ചിരുന്നെങ്കിലും ചെറുപയറും കടലൊക്കെ കഴിഞ്ഞിട്ട് മതി പച്ചക്കറികൾ വാങ്ങലിരുന്നായിരുന്നു കേട്ടോ എൻ്റെ തീരുമാനം. പക്ഷെ അതും കഴിയാറായി തുടങ്ങിയപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കടയിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ജാസി വിളിക്കുന്നത്. ജാസി എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. ചില ബന്ധങ്ങൾ ആ നിർവചനത്തിനകത്ത് തന്നെ നിൽക്കണം എന്നില്ലല്ലോ. എന്തായാലും അവളെ വിളിച്ചിട്ട് ഷാമി നീ എങ്ങോട്ടും പോകണില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാക്സിമം നിരുത്സാഹപ്പെടുത്തിയതാണ്. വെറുതെ കഷ്ടപ്പെട്ട് ഇതുവഴി വരണ്ട, മക്കളെയും കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞേ അല്ല ഞാൻ കുറേ വരണം എന്ന് വിചാരിക്കണം, ബിനുവേട്ടൻ എന്തായാലും ഒഴിവ് കിട്ടൂല, മാക്സിമം വരാൻ നോക്കാം, ഉറപ്പൊന്നുമില്ല എന്ന് അപ്പോഴും അവൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു വരികയാണെങ്കിൽ വരട്ടെ, പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, വരണ്ടെന്ന് പറയട്ടെ, അവൾ കേൾക്കൊന്നുമില്ല. അവൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ട എല്ലാ സാധനങ്ങളും. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതിനാണോ ഇത്രയും പറയാനുള്ളത് നല്ലതല്ല. ഈ 3 മക്കളെയും കൊണ്ട് അവൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 4 കടയിലെങ്കിലും അവൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം. ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ, അവിടെ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടല്ല കേട്ടോ അവളെ കൊടുന്നതൊന്നും. അവളെ വീട്ടിലേക്ക് പോലും ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ട് അവൾ ഈ അടുത്ത കാലത്തൊന്നും വാങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഹങ്കാരം, ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എനിക്കൊരു ഇത്തിരി ആത്മവിശ്വാസം കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ചെയ്യാൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ, അത് ഈ ലോകത്ത് ദുർലഭമാണ്. ആ ഒരു തിരിച്ചറിവുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഇത്തിരി അഹങ്കാരം. ഇതിലിത്തിരി അഹങ്കരിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.